ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്ന കണ്ണൂർ ജില്ലയിൽ പെരിങ്ങോത്തിനും അതുപോലെ പാടിച്ചാലിനും ഇടയ്ക്ക് ഉഴിച്ചിന്ന് പറഞ്ഞാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ നോക്കണ ഈ മെയിൻ റോഡിന്റെ സൈഡിൽ ഈ കാണുന്നൊരു മുതലുണ്ടെങ്കിൽ മൊത്തം 1 ഏക്കർ 12 സെന്റ് സ്ഥലം, അതായത് വീട് വെച്ച് താമസിക്കുക, ബിൽഡിംഗ് പർപ്പസിനൊക്കെ പറ്റുന്ന ഒരു കിടിലൻ പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോണ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോസിന്റെ പ്രോപ്പർട്ടി എന്തെങ്കിലും സെയിൽ ചെയ്യാണ്ടെങ്കിൽ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കട്ടോ. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. റോഡ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ വഴിയൊക്കെ പറഞ്ഞ ഇതാക്കുന്ന ബസ് പോകണമില്ല, ഇഷ്ടം പോലെ ബസ്സൊക്കെ ഉള്ള റൂട്ടാണ് കേട്ടോ. അത് പയ്യന്നൂർ പോണ റൂട്ടാണ്. പയ്യന്നൂരിന് ഏകദേശം 25 കിലോമീറ്റർ ദൂരാണ് വരുന്നത്. നമുക്ക് ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പെരിങ്ങോത്തിനാണ്. പെരിങ്ങോം അതുപോലെ പയ്യന്നൂർ പോണ റൂട്ടാണ്. പെരിങ്ങോത്തിന് 1 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പാടിച്ചാൽ ചെറുപുഴ പോണ റൂട്ടാണ്. പാടിച്ചാലിന് ഒരു 3 കിലോമീറ്ററും അതുപോലെ ചെറുപുഴയ്ക്ക് ഒരു 8 കിലോമീറ്റർ ദൂരമാണുള്ളത് കേട്ടോ. അത് മെക്കാടൻ റോഡിന്റെ സൈഡിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. ഉഴിച്ചി എന്നാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ പേര് വരുന്നത്. നമുക്ക് ഈ സ്ഥലം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കൊടുക്കാം. അപ്പൊ നമ്മളെ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് അതിൽ തന്നെ അവിടെ തുടങ്ങാം നമുക്ക് കേട്ടോ. ഇതാക്കണേ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം. നമുക്ക് ഫ്രണ്ടേജ് തന്നെ ഏകദേശം ഒരു 45 മീറ്ററോളം നമുക്ക് സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് അതിൽ തന്നെ വരുന്നത്. അവിടുന്ന് തുടങ്ങിയിട്ട് അങ്ങ് അവിടെ ഒരു വണ്ടി നിൽക്കണ കാണുന്നുണ്ടെങ്കിൽ അവിടെ വരെ നമുക്ക് ഇതിന്റെ ഫ്രണ്ടേജ് അതിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഫുള്ള് ടാറിങ് റോഡിനോട് ചേർന്ന് ഫ്രണ്ടേജിൽ കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാൻ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പർപ്പസിനൊക്കെ പറ്റുന്ന നല്ലൊരു കിടക്കാച്ചി പ്ലോട്ട്. ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ കണ്ടെങ്കിൽ അതൊക്കെ ഏതാ മുതലറിയോ? നല്ല കിടിലൻ പ്ലോട്ട് ഇല്ലേട്ടേ. നമ്മൾ ഈ സ്ഥലത്തിന്റെ പഞ്ചായത്തും അതുപോലെ വില്ലേജും വരുന്ന നമുക്ക് പെരിങ്ങോത്താണ് കേട്ടോ. ഇങ്ങോട്ട് വരും നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ പോയി കാണാം. നമുക്ക് ഇനിയിപ്പോ നിങ്ങള് ഒരു ക്വാർട്ടേഴ്സ് ഒക്കെ തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. അതുപോലെ തന്നെ ഗോഡൌണുകള്, ഓരോ കമ്പനികളുടെയും ഗോഡൌണും കാര്യങ്ങളൊക്കെ തുടങ്ങാനൊക്കെ അതിനൊക്കെ പറ്റുന്ന സ്ഥലവും കൂടിയാണ്. അപ്പൊ നമുക്ക് ഫ്രണ്ടേജ് അതിരിതാ ഇവിടം വരെയാണ് ഫ്രണ്ടേജ് അതിര് വരുന്നത് കേട്ടോ. ഫുള്ള് കാടെല്ലാം കൊത്തിയെല്ലാം നീറ്റായിട്ട് കിടക്കുന്ന പ്ലോട്ടാണ്. അപ്പൊ ഇത്രയും നീളം ഇവിടുന്ന് നമ്മൾ അങ്ങ് അവിടുന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ടേജ് ഏകദേശം ഒരു 45 മീറ്ററോളം ഫ്രണ്ടേജ് തന്നെ കിട്ടുന്നുണ്ട് അല്ലേ? അതെ. പിന്നെ ഇവിടുന്ന് നല്ല അടിപൊളി ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഫുള്ള് നല്ല വ്യൂ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഇനി നമുക്ക് ആ പ്ലോട്ടിനകത്തോട്ടൊന്ന് പോയിട്ട് കാണട്ടൊന്ന് ബാ. അതായത് ഈ മെക്കാടൻ റോഡിന്റെ സൈഡിലൊക്കെ സ്ഥലങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കലുണ്ട്. നിങ്ങൾക്ക് പറ്റിയ സ്ഥലമാണ് അല്ലേ? അത് മെയിൻ റോഡിന്റെ സൈഡിലാണ്. ഇഷ്ടം പോലെ വണ്ടികളൊക്കെ പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ പെരിങ്ങോം ടൗണിൽ വെറും 1 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടുള്ളത് കേട്ടോ. അതുപോലെ നമുക്ക് പാടിച്ചാലിനൊക്കെ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു 3 കിലോമീറ്റർ ദൂരമുള്ളൂ. ചെറുപുഴയ്ക്കാണെങ്കിൽ ഒരു 8 കിലോമീറ്റർ ദൂരമുള്ളൂ. അത് നോക്കിയേ, ഇതാണ് നമ്മളെ പ്ലോട്ടിന്റെ ഒരു മൊത്തത്തിലുള്ള വ്യൂ ആണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം നിങ്ങൾ കേട്ടോ. അപ്പൊ നിലവിൽ ഇങ്ങനെ കാലിസലായിട്ട് കിടക്കുകയാണ്. ഇനി വേണമെങ്കിൽ എന്താ പറയാ വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് കൃഷിയും കാര്യങ്ങളും, ഫ്രൂട്ട്സ് ഐറ്റംസ് കൃഷികളോ പച്ചക്കറികളോ കപ്പ വാഴ അങ്ങനെയൊക്കെ നടാൻ പറ്റും നല്ല മണ്ണുള്ള സ്ഥലം കൂടിയാണ് കേട്ടോ. താഴോട്ട് കുറച്ച് ചെറിയ രീതിയിൽ ചെരിവുണ്ട്. ഇതാക്കുന്ന ബസ് വരുന്നുണ്ടല്ലോ നിങ്ങള്, അത് തിരുമേനി പോണ ബസ്സാണ് കേട്ടോ. ബസ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാത്തോട്ടും ചെറുപുഴ തിരുമേനിയൊക്കെ പോണ ബസ് ഇഷ്ടം പോലെ ബസ് ഉണ്ട്. ബസ്സിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. എവിടേക്കാലും പോകണമെന്നുണ്ടെങ്കിൽ ഒരുങ്ങി ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി. ഏകദേശം 1 ഏക്കർ 12 സെന്റ് സ്ഥലമാണ് മൊത്തം വരുന്നത്. കുറെ താഴെ വരെ ഉണ്ട് നമുക്ക് സ്ഥലം. ഒരേ ലെവലിലാണ് കിടക്കണം. ഇവിടുന്ന് മേലെന്ന് തൊട്ട് താഴെ വരെ ഒരേ ലെവലിലാണ് പ്ലോട്ട് പോണത് കേട്ടോ. വണ്ടികളൊക്കെ വണ്ടികളിങ്ങനെ ചീറിപ്പാഞ്ഞ് പോകല്ലേ. എത്ര കണ്ട് വണ്ടിയല്ലേ പോണ്. തിരക്ക് പിടിച്ച റോഡാട്ടോ. ഇനിയിപ്പോ വീട് വെച്ച് താമസിക്കാണ്ടെങ്കിൽ പിള്ളേരൊക്കെ സ്കൂളിലോട്ട് പറഞ്ഞേക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെരിങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂളെല്ലാം ഉണ്ട്. അതുപോലെ ബാങ്ക്, എല്ലാ സൗകര്യങ്ങളും, പെട്രോൾ പമ്പ്, പോലീസ് സ്റ്റേഷൻ എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമുക്ക് പെരിങ്ങോട്ട് ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, സൂപ്പർ മാർക്കറ്റ്, പിന്നെ മറ്റേ CRPF ക്യാമ്പ് ഉണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് പ്ലോട്ടിന്റെ അടുത്തുണ്ട്. നമ്മൾ പ്ലോട്ടിന്റെ കുറച്ച് താഴെ ഭാഗത്താണ് ഇപ്പൊ നിക്കണത് കേട്ടോ. ഇങ്ങനെയുള്ള കാഴ്ചയാണ്. മുമ്പ് റബ്ബറായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഓരോ ലെയറായിട്ട് ഇങ്ങനെ തട്ടുതട്ടായി കിടക്കാണ്. താഴോട്ട് കുറച്ച് ചെറിയ രീതിയിൽ ചെരിവുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ വലിയ എന്താ പറയാ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പോലെ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് താഴെ ഭാഗത്തേക്ക് ക്വാർട്ടേഴ്സോ അങ്ങനെയൊക്കെ തുടങ്ങാൻ പറ്റൂട്ടോ. അങ്ങനത്തെ ഒക്കെ പ്രൊജക്റ്റിനൊക്കെ പറ്റുന്ന ഒരു ഏരിയ ആണ്. അടുത്ത് തന്നെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. നമുക്ക് ആ ഒരു ഭാഗത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ മേലെ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുടെ റോഡിന്റെ അപ്പുറത്തോട്ടൊക്കെ
ഇപ്പൊ നിലവിൽ നമ്മളെ പ്ലോട്ടിൽ താഴെ ഭാഗത്ത് ഒരു 4-5 തെങ്ങൊക്കെ ഉണ്ട്. അത് ഏറ്റവും താഴെ ഭാഗത്താണ് കേട്ടോ. നല്ല സ്ഥലം അല്ലേ? കുഴപ്പമില്ലാത്തൊരു സ്ഥലം അല്ലേ? അതെ. ഇവിടെ കുറച്ച് ലെവലാക്കി കഴിഞ്ഞാല് പിന്നെ റോഡ് ഇതായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി വേണമെങ്കിൽ ഒരു ഹോം സ്റ്റേ പോലൊക്കെ അങ്ങനത്തെ പ്രൊജക്റ്റിലൊക്കെ പറ്റുന്ന സ്ഥലം കൂടി കേട്ടോ. കാരണം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നല്ല കാഴ്ച കിട്ടുന്ന ഒരു ഏരിയ ആണ്. അങ്ങ് ദൂരെ വരെ നമുക്ക് മൊത്തത്തിൽ കാണുകയും ചെയ്യും. നല്ല കിടിലൻ പ്ലോട്ടാട്ടോ. ഇതാണ് ഇപ്പൊ നമ്മളെ പ്ലോട്ടിന്റെ ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ കണ്ടില്ല. നമ്മളെ ഒരു പ്ലോട്ട് നമുക്ക് പെരിങ്ങോത്തിന്റെ പാടിച്ചാലിന്റെ ഇടയ്ക്ക് ഉഴിച്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇനി അല്ലെ സ്ഥലമൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. സ്ഥലത്തിന് ഇതിന്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെന്റിന് ചെറിയ റേറ്റും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. സെന്റിന് വെറും 85,000 രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് പറയുന്നത്. ഇത്രയും ചെറിയ പൈസക്ക് നമുക്ക് ഇതുപോലെ മെക്കാടൻ ടാറിംഗ് റോഡിന്റെ സൈഡിൽ ഇപ്പോഴത്തെ കാലത്ത് കിട്ടൂല. കാരണം ഇപ്പൊ നിലവില് അതിപ്പോ നിലവിൽ ഈ ഒരു ഏരിയയിൽ ഒരു 1.5 ലക്ഷത്തിന് 1.5 ലക്ഷം 2 ലക്ഷം രൂപ വരെ ഈ ഒരു ഏരിയയിൽ ഇപ്പൊ സെന്റിന് വില ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോ നമുക്ക് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിലാണ് ഈ ഒരു പ്ലോട്ടിന്റെ വില കേട്ടോ. അപ്പൊ എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് കച്ചവടം ചെയ്യുകയും ചെയ്യാം അല്ലെ? അതെ. വീടും സ്ഥലവും പ്രോപ്പർട്ടിയും പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക. ഈ ഒരു സ്ഥലത്തിന്റെ എന്തെങ്കിലും ഡീറ്റെയിലോ കാര്യങ്ങളോ മൊത്തത്തിൽ അറിയണമെന്നുണ്ടെങ്കിൽ അവരെ നമ്പറിൽ വിളിക്കാട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലൻ പ്ലോട്ടിന്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം അല്ലെ? അതെ. ബൈ.